സി വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു ലേൺ കണ്ടിന്യൂസ്ലി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇതിനെ റിയലൈസ് ചെയ്യുക ആദ്യം. ഇപ്പം എന്താ നിങ്ങൾക്ക് കണ്ടിന്യൂസ് കിട്ടുക? ഞാനൊരു ഇൻഫർമേഷൻ തരികയാണ് അല്ലേ മക്കളെ, ഇതാണ് ഈ ബുക്ക്, ഈ ബുക്ക് ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, അടുത്ത 40 ദിവസം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇൻഫർമേഷൻ തരികയാണ്. ശരിയാണ്. ഇപ്പം തന്നെ ഈ ബുക്ക് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇന്നത്തെ ഈ ലൈവ് ക്ലാസ് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. ശരിയാണോ തെറ്റാണോ? അപ്പം ഈ ലോകത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഇൻഫർമേഷൻ്റെ മേഖല എന്ന് പറയുന്നത് അനന്തമാണ്. റൈറ്റ്? ലക്ഷക്കണക്കിന് വഴികൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യം ആണ്, ഏത് നോളജാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ നോളജ് നേടാനുള്ള എല്ലാ വഴികളും ഇന്ന് നിങ്ങളുടെ മുൻപിലുണ്ട്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? അപ്പൊ ഇൻഫർമേഷൻ നേടുകയാണ് നമ്മളിപ്പോൾ. ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾക്ക് എന്തെങ്കിലും ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ടാണ് ഗെറ്റ് പ്രോപ്പർ ഇൻഫർമേഷൻ. യെസ് ഓർ നോ? സ്ട്രോങ് ആയിട്ടുള്ള, നല്ലതായിട്ടുള്ള, നാളെ കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള ഇൻഫർമേഷൻ, അത് സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള ഇൻഫർമേഷൻ നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ കാലത്ത് കൊല്ലത്തു നിന്നായാലും ട്രിവാൻഡ്രത്തു നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും ഒക്കെ നിങ്ങൾ വണ്ടി വിളിച്ച് നിങ്ങൾ നേരത്തെ എണീറ്റ് വന്നത്. ശരിയാണോ? യു ഹാവ് ടു ഗെറ്റ് സംതിങ്. കാരണം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് അല്ലേ? ആ പ്രതീക്ഷയ്ക്ക് ഞാൻ 100% ഉറപ്പ് വരുന്നു. 40 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ആക്കിത്തരാം. പേഴ്സണലി, ഇൻഡിവിജ്വലി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ശരിയാണ്. എല്ലാവർക്കും പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കില്ല. പലവർക്കും പല പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാറ്റം വരിക. ശരിയാണ്. നിങ്ങൾ ചെയ്യണം അത്. യു മസ്റ്റ് കോൾ മീ. യു മസ്റ്റ് കോൾ മീ. നിങ്ങൾക്ക് പേഴ്സണൽ നമുക്ക് ട്രെയിനേഴ്സ് കൂടെ ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ ഒന്നും പറയൂല. നിങ്ങൾ എല്ലാ ദിവസവും വിളിച്ചെന്നാലും ഞാൻ നിങ്ങളൊന്നും പറയൂല. എനിക്ക് വിളിക്കുക എന്ന് ശല്യമാവരുത്. സാർ കാലത്ത് വിളിച്ചത് അതിന് മീനിങ്. ചിലവരെ ഒരു പാരഗ്രാഫൊക്കെ തന്നെ സാർ ഇതൊന്ന് തർജ്ജമ ചെയ്തരുമോ? ഞാൻ തർജ്ജമക്കാരനല്ല കേട്ടോ. ഞാൻ നിങ്ങളെ ഫ്ലുവൻ്റ് ആക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞ് നിങ്ങൾ ഫ്ലുവൻ്റ് ആക്കും. റൈറ്റ്? ചിലർ ചില ബുക്ക് വരെ അയച്ചു തരും, സാർ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ. അതിന് പറ്റൂല, സമയമില്ല. കാരണം നിങ്ങളെപ്പോലുള്ള ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കാനുള്ളതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ. എല്ലാം പഠിപ്പിക്കാൻ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഫ്ലുവൻ്റ് ആക്കാനായിട്ട് നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ബിക്കോസ് ഇറ്റ്സ് മൈ പാർട്ട്, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. യെസ് ഓർ നോ? ഐ വിൽ ബി വിത്ത് യു ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത്. കോഴ്സിൻ്റെ ഇടയിൽ വെച്ച് അങ്ങനെ മരിച്ചു വയ്ക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇൻഫർമേഷൻ കിട്ടുകയാണ് നമുക്ക്. പിന്നെ നെക്സ്റ്റ് പാർട്ട് എന്താ? ഇതിനെ ഇൻഫർമേഷൻ എഴുതി വെച്ചാ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിസൾട്ട് വന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെടുത്ത് റീഡ് ചെയ്യണം. ഇവിടെ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നതെന്ന്. യു അണ്ടർസ്റ്റാൻഡ്? ഇതൊരു ട്രാക്ക് തരികയാണ് നിങ്ങൾക്ക്. ക്ലിയർ ആണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നതിന് സമയമെടുക്കും. അതൊരു വ്യക്തികളെ ആയാലും ഒരു പ്രദേശത്തെ ആയാലും ഒരു ടെക്നോളജി ആയാലും ഒരു വ്യക്തി ആയാലും ആരെയും. ഐ ആം റൈറ്റ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ യു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതെങ്ങനെ പഠിച്ചെടുക്കാമെന്നല്ല, ഇതിലെങ്ങനെ മാസ്റ്റർ ചെയ്യാമെന്ന്. യു അണ്ടർസ്റ്റാൻഡ്? പഠിക്കുന്നതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് കാര്യമില്ല. ഈ ഒരു ലെവലിലേക്ക് എത്താൻ എന്ത് ചെയ്യണം നമ്മൾ? എനിക്ക് എൻ്റെ ആദ്യത്തെ റോൾ മോഡൽ, മൈ റോൾ മോഡൽ വാസ് വിൽ സ്മിത്ത്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ കുട്ടപ്പൻ ചേട്ടൻ നേരത്തെ വന്നത്, പുള്ളിയാണ് ആദ്യം കോറാമംഗലം ഇൻഡോർ സ്റ്റേഡിയത്തിൽ കരാട്ടെ ഗ്രൂപ്പ് ഞങ്ങൾ ചെന്നിറങ്ങി കഴിയുമ്പോൾ പുള്ളി ഇംഗ്ലീഷ് പറയാണ്. ഞാൻ അന്തം വിട്ടുപോയി. ആദ്യമായിട്ട് പുള്ളി ഇംഗ്ലീഷ് പറഞ്ഞത് ഞാൻ കേൾക്കുന്നത്. അതുവരെ ഞാൻ കരാട്ടെ പഠിപ്പിക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ്റാ. നിങ്ങൾ ഒരു കാര്യം, ആലുവ വിദ്യാധിരാജ വിദ്യാനികേതൻ സ്കൂളിൽ തിങ്കളും വ്യാഴവും ഞാൻ കരാട്ടെ പഠിപ്പിക്കുന്ന എൻ്റെ പുള്ളിയുടെ മക്കളും. പക്ഷേ എനിക്ക് വർത്തമാനം പറയാൻ അറിയില്ല. പുള്ളി ബാങ്ക് ഓഫ് ബറോഡയിലെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. പുള്ളി ബാങ്ക് ഓഫ് ബറോഡയിലെ പുള്ളി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു.
അപ്പൊ കരാട്ടെ പഠിപ്പിക്കുന്നു, പക്ഷേ ഇങ്ങേര് പ്രസന്റ് ചെയ്യുന്ന പോലെ, ഇങ്ങേര് സംസാരിക്കുന്നത് പോലെയോ എനിക്ക് പറ്റൂല. ഞാനന്ന് കുമ്പിട്ട് നോക്കിയാൽ നടക്കുള്ളൂ, താഴെ നോക്കി നടക്കുള്ളൂ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള പേടിയാ. ഒന്നും വിദ്യാഭ്യാസവും ഇല്ല. നമ്മളിപ്പോ ഭയങ്കര ചങ്കുലത്തോടെ പറയും, പക്ഷെ ആ സമയത്ത് അനുഭവിച്ച വേദനയും വിഷമമൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര ഫിലാന്ത്രോപ്പിസ്റ്റ് ആവണമെന്നും പറഞ്ഞ് ഞാൻ ജനസേവ ശിശുഭവനിൽ ഞാൻ ജോലിക്ക് പോയതാ. യു അണ്ടർസ്റ്റാൻഡ്? ജനസേവ ശിശുഭവനിൽ കുട്ടികളെ നോക്കാൻ ഇതിനൊക്കെ. അപ്പൊ ജോസ്മാവേലി എന്നോട് പറഞ്ഞ് അവിടെ സ്കൂൾ തുടങ്ങുന്ന സമയം, അപ്പൊ രമേശ് ഒരു പണി സ്കൂളിലെ പ്യൂണാവാന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ ജോലിക്ക് നടക്കണം, നമുക്ക് പ്യൂണാവല് ഒരു ഭയങ്കര ഇതല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആവാന്ന് പറഞ്ഞിട്ട് പ്യൂണാവാൻ വേണ്ടി ജനസേവ ശിശുഭവനിൽ അവിടെ പോയി താമസം തുടങ്ങി. ഈ പിള്ളേരെ പഠിപ്പിക്കുക, പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുന്നു, പിള്ളേരെ നോക്കുന്നു. അങ്ങനെ സ്കൂള് ഇത് ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമുക്കവിടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്? ആ ജോലി കിട്ടിയില്ല. ഭയങ്കര നിരാശയായി. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. നമ്മളിപ്പോൾ സെറ്റപ്പ് ആവുമെന്ന് വിചാരിച്ച് നമ്മൾ ചില തിരിച്ചടികൾ നമ്മളെ എണീപ്പിക്കൂല. മാക്സിമം ജീവിതത്തിൽ തിരിച്ചടികളില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചടികളുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഒഴിവായി നടക്കണം. ഈ ജോലി കിട്ടൂല, എനിക്ക് 10ാം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ആ ഒരു വലിയ ജീവിതത്തിൽ സൗഭാഗ്യം പോയി എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് 1 മാസം ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയില്ല. എനിക്ക് ടെൻഷൻ, വിഷമം, സങ്കടം. അവസാനം എൻ്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചുകൊണ്ടായിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് നോർമലായത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും. നമ്മുടെ മനസ്സാരും മനസ്സിലാക്കൂല. അത് എല്ലാ കാറ്റഗറിയിലും ഉണ്ടെന്നേ. റിച്ച് ഫാമിലിയിലുണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലിയിലുണ്ട്. ഏറ്റവും നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ ഒറ്റപ്പെടലുകള്, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവര്, ഇവരൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പൊടവാട്ടി എന്ന് പറയണം. ടു ബി ഫ്രാങ്ക്, ഞാൻ ഒറ്റ വാക്കി പറയാം. കാരണം എന്താണെന്നറിയോ? നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും നന്നാവണം കണ്ടു കഴിഞ്ഞാൽ ആളുകളുടെ വിഷമം എന്താണെന്നറിയോ? എനിക്കറിയാം. നമ്മളെ പാര വയ്ക്കാനായിട്ട് അവരോടൊക്കെ പറയണം, നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം. ആളുകളെല്ലാം പിന്നാലെ കൂടും. നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തെന്ന് കയറി വന്നോ, നിങ്ങളുടെ പിന്നാലെ ആളുകൾ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും, നിങ്ങളെ പ്രകീർത്തിക്കാൻ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് വിഷമിച്ച് നടന്നോ, എല്ലാവരും കൂടി നിങ്ങളെ കുത്തും. ശരിയാണോ ഞാൻ പറയുന്നത്? മെന്റാലിറ്റി മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അത്രയധികം വിഷമിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ സക്സസ്. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് ഇനി പിന്തിരിഞ്ഞ് നോക്കരുത്. ഇനി സക്സസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ നിഘണ്ടുവിൽ സക്സസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ തീരുമാനിക്കണം. എന്ന് വിചാരിച്ച് വിഷമമില്ലാതിരിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും വിഷമമുണ്ട്. ഒരാൾ പോലും ജീവിതത്തിൽ വിഷമമില്ലാത്ത ആളില്ല. 24 hours ഹാപ്പി ആയിട്ട് നടക്കുന്ന ആളുകളില്ല ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ ലക്ഷ്യം, അത് എന്ത് പ്രശ്നം വന്നാലും ഒറ്റ കാര്യോട് ഞാൻ പറയാം. മാത്സിൽ ഈ പ്രോബ്ലം തരും. യെസ് ഓർ നോ? മാത്സ് പ്രോബ്ലം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കും, ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് വിചാരിക്കും. മാത്സിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴല്ലേ മാർക്ക് കിട്ടണേ. യെസ് ഓർ നോ? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഓരോ പ്രോബ്ലവും തരും. നമ്മൾ പ്രോബ്ലം ഇട്ടിട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് ഓടാനേ നേരം ഉണ്ടാവുള്ളൂ. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവനാണ് മാർക്ക് കൂടുതൽ കിട്ടുക, അവനാണ് സക്സസ്ഫുൾ ആവുക. അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവനും മാത്രമേ നിലനിൽപ്പുള്ളൂ. യെസ് ഓർ നോ? പ്രോബ്ലംസിനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവനാണ് സക്സസ് ഉള്ളൂ. അതുകൊണ്ടാണ് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അണ്ടർസ്റ്റാൻഡ്. ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഈസി, അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഡിഫിക്കൽട്ട്. വൺസ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് വിൽ ബിക്കം വെരി ഈസി. നിങ്ങൾ ഇംഗ്ലീഷിന്റെ സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആവുന്നേ. ഈസിയാണ്. റിപ്പീറ്റേഷനിലൂടെ
റിപ്പീറ്റേഷനുടെ സക്സസ് ആയിട്ടുള്ള ആളുകളാണ്. ലോകത്തിൽ ഏകദേശം 32-34 വയസ്സ് മാത്രം ജീവിച്ച ബ്രൂസ്ലി ഇന്നും ജനഹൃദയങ്ങളിൽ ഇരിക്കുന്നത് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നതിനോട് പ്രണയം ഉണ്ടായതുകൊണ്ടാ. യെസ് ഓർ നോ? ഇതിന് നിങ്ങൾ എന്തെങ്കിലും ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഇല്ലാത്ത എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? ഒന്ന് പറഞ്ഞേ, പറ. റിപ്പീറ്റേഷൻ ഇല്ലാത്ത എന്ത് കാര്യമാണുള്ളത്? സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ ഒരു ടെണ്ടുൽക്കർ ആയത് ഓപ്പോസിറ്റ് വരുന്ന പന്തിനെ അടിച്ചടിച്ചല്ലേ? ഈ റിപ്പീറ്റേഷൻ തന്നെയല്ലേ ചെയ്തേ? സാനിയ മിർസ അല്ലേ? ഇത് തന്നെയല്ലേ ചെയ്തേ? യെസ് ഓർ നോ? കുറച്ചു നേരം ഇങ്ങനെ ചെയ്ത്, കുറച്ചു നേരം അങ്ങനെ ചെയ്ത്, ഈ വന്ന സാധനം അടിച്ചടിച്ചാണ് അല്ലേ? ശോഭന ഇത്രയും വലിയ ഡാൻസർ ആയത് റിപ്പീറ്റ് ചെയ്തല്ലേ? പിന്നെ നമുക്ക് എന്താ പ്രശ്നം റിപ്പീറ്റ് ചെയ്യാൻ? Without purpose you will have a problem to repeat it. If you have a purpose you don't have a problem to repeat it. Clear ആണ്? നമ്മുടെ അയലക്കത്തെ കൂട്ടുകാരന്റെ അച്ഛനോ അമ്മയോ ICUയിൽ കിടന്ന നിങ്ങൾ എത്ര നേരം പോയി നിൽക്കും? എത്ര നേരം പോയി നിൽക്കും? നിങ്ങൾ പോകും, പോരും, തിരിച്ചു വന്ന് ചിലപ്പോൾ സിനിമയ്ക്ക് കയറും, ചിലപ്പോൾ ഒരു ബിരിയാണി കഴിക്കും, ചിലപ്പോൾ കമ്പനി കൂടി വേറെ എവിടെയെങ്കിലും പോകും. ശരിയല്ലേ? നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലോ ഈ ഒരു ഇമോഷൻ ഇല്ലേ, ഇത് ഉണ്ടാവണം നിങ്ങളുടെ സ്വപ്നത്തിനോട്, നിങ്ങളുടെ ആഗ്രഹങ്ങളോട്, നിങ്ങളുടെ നിയോഗങ്ങളോട്, നിങ്ങളുടെ ഡെസ്റ്റിനിയോട് ഈ പ്രണയം ഉണ്ടാവണം. അപ്പൊ റിപ്പീറ്റ് ചെയ്യും. Repetition will make you an extraordinary person in your life. ശരിയാണോ? പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചു നോക്കിക്കോ. ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തതാണ് ഇഷ്ടപ്പെടേണ്ടത്. വാട്ട് ഈസ് യുവർ ഡിസ്ലൈക്ക്? ഇഫ് യു ഡു ദാറ്റ് വാട്ട് ഈസ് യുവർ ലൈക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുക എന്ന്. അപ്പൊ റിപ്പീറ്റേഷൻ ഒരു പ്രാർത്ഥന പോലെ ആക്കി എടുക്കണം. ഡു യു അഗ്രി വിത്ത് മീ? ഇത് ഏത് സ്കില്ലിലും ഏത് മനുഷ്യനും ക്ലിയർ ചെയ്യാൻ പറ്റും, ഏത് വ്യക്തിക്കും. ഇപ്പൊ റിപ്പീറ്റേഷൻ പഠനത്തിന്റെ സീക്രട്ടാണ് ഞാൻ ഈ പറയണേട്ടാ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, എല്ലാവരും മനസ്സിലാക്കട്ടെ. ഇത് ആരുടെയും സ്വത്തൊന്നുമല്ല, ഇതാണ് സത്യം. ഒരു കോളേജിലും പോകേണ്ട ഒരു സ്കൂൾ, ഇനിയും കോളേജ് സ്കൂളൊന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ വെറുതെ 10-20 വർഷം വേസ്റ്റ് ചെയ്തതാ. ഇനി കോളേജ് സ്കൂളൊന്നും ഇല്ല. ബിക്കോസ് ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ വെറുതെ വേറെ എന്തെങ്കിലും സംഭവങ്ങളായി തീരും. ഇപ്പൊ കോളേജിലും സ്കൂളിലും പോണ കുട്ടികൾ 80% നശിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? നിങ്ങൾ നോക്കി, ഇത്രയും ഭീകരാവസ്ഥ ലോകത്തിലുണ്ടായിട്ടുണ്ടോ? കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്നത് നോക്കി, സ്കൂൾ കുട്ടികൾ തമ്മിൽ. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാണ് കുട്ടികൾ അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂൾ സേഫ് ആണോ? നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസമാണോ പ്രൊവൈഡ് ചെയ്യണേ? അല്ല. ഇത്രയും വൾഗറായിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ കുട്ടികൾ അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ കാര്യം, റൈറ്റ്? ഒന്ന് ആലോചിച്ചു നോക്കി. ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് വിട്ടാ പോരെ, എനിക്ക് പറ്റൂല അത് പറഞ്ഞു പോയാൽ പോരെ. എന്നിട്ട് എന്ത് സംഭവിച്ചിപ്പോ? പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ, നല്ല ഒരു അമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 14 വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് പെങ്ങളുണ്ട്, അനിയനുണ്ട്. ഒരമ്മ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത് പോലെ നോക്കി ഒരച്ഛൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് 45-50 വയസ്സിലാണ്. യെസ് ഓർ നോ? എൻ്റെ 24 വയസ്സിൽ ഞാൻ എൻ്റെ പെങ്ങളെ അതേപോലെ വളർത്തി കല്യാണം കഴിച്ചു വിട്ട ആളാണ്. മനസ്സിലായോ? ഒരച്ഛൻ്റെയും സ്ഥാനത്ത് ഒരമ്മയുടെയും സ്ഥാനത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഇതായിട്ട് പോണേന്ന്. പഠിപ്പിക്കുക,
നമ്മുടെ മക്കളെ പഠിപ്പിക്കുക ഇതൊക്കെ. നമ്മളൊരു ടീച്ചറായിട്ട് മാറുക. നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, പഠിപ്പിക്കുക. വ്യത്യാസം കാണാം നിങ്ങൾക്ക്. ഇത് ഞാൻ മാത്രം പഠിപ്പിക്കാൻ പാടുള്ളൂ, വേറൊരാളെ പഠിപ്പിക്കാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവുമോ? ഇത് സ്പ്രെഡ് ചെയ്യാനുള്ളതാണ് നോളജ്. യു മസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ. അപ്പൊ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മാസ്റ്റർ ആവും ഇതിൽ. റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് റിട്ടൻഷൻ ഉണ്ടാവുക. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൻഷൻ, വാട്ട് ഈസ് റിട്ടൻഷൻ ഗൈസ്? വാട്ട് ഈസ് റിട്ടൻഷൻ? റിട്ടൻഷൻ എന്ന് പറയുന്നത് ഓർമ്മശക്തിയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഈ ബുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് മുഴുവൻ എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ കഴിയുമോ? ഇത് മുഴുവൻ ഇപ്പോൾ ഈ സാറ് പറയുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യരുത് ഈ ബുക്ക്. ഡോണ്ട് ട്രൈ ടു ബൈഹാർട്ട് ഇറ്റ്. ഒരു ദിവസം 3 പ്രാവശ്യം അങ്ങ് ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ദേ കിടക്കുന്നു, അവിടെ നോക്കുക, പിന്നെ അത് വിട്ടേക്കാം. ഒരു ദിവസം എടുക്കുക, എന്ത് ചെയ്യണ്ടേ? 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, അത് വിട്ടേ. പിന്നെ ഓർക്കരുത്. പിന്നെ ഓർത്താൽ നല്ല അടി ഞാൻ തരും. ഒരു ദിവസം ബുക്ക് എടുക്കുക എന്നൊന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ബുക്ക് എടുക്കുക, 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, അവിടെ ഇട്ടേക്കുക. പിറ്റേ ദിവസം ചെല്ലുക, എടുക്കുക, 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, അവിടെ വിട്ടേക്കുക. ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ ഇല്ല, സാറേ ഇത് ബൈഹാർട്ട് ചെയ്യണോ, ഇതിൽ വേർഡുകളെല്ലാം ഞാൻ ഓർത്തിരിക്കണോ, മലയാളം പഠിക്കണോ? നോ. നിങ്ങൾ 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു, വിടുന്നു. 20 ദിവസം പ്രാക്ടീസ്. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കാന്നല്ല, ഓർത്തു വെച്ചോ. ഞാൻ ഈ പറയാണ്, നിങ്ങൾ ഈ ബുക്ക് എടുക്കുന്നു, 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് പോലെ 20 ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. 90% സെന്റൻസസും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവും. ബൈഹാർട്ട് ചെയ്യാതെ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവും. എങ്ങനെയെന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവിടെ ബാംഗ്ലൂർ ഒരു ജോലിയുണ്ട്, നീ ഒരു പണി ചെയ്യൂ. കൊല്ലത്തുനിന്ന് നീ ടിക്കറ്റ് എടുത്ത്, ഐലൻഡ് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർ വരൂ. ആദ്യമായിട്ട് നമുക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവൂലേ? ദൈവമേ, അവനോട് വന്ന് നിൽക്കുമോ, ഇനി അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോവോ, ഞാൻ ഇനി എന്തെങ്കിലും ഇതുണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ടെൻഷനായിരിക്കും. യെസ് ഓർ നോ? ഈ ടെൻഷൻ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോയി, അവൻ വന്നു, അവൻ നിങ്ങളെ കൊണ്ടുപോയി ചെന്നു. നിങ്ങൾ 2ാമതും പോയി, നിങ്ങൾ 3ാമതും പോയി. നിങ്ങൾ 50ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഈ ആദ്യം പോയ ടെൻഷൻ ഉണ്ടാവുമോ? എന്താ ഇല്ലാത്ത? യു എക്സ്പീരിയൻസ്ഡ്. നിങ്ങൾക്ക് ആ സ്ഥലങ്ങൾ, മടിവാളയും ബാംഗ്ലൂർ സിറ്റിയും എല്ലാം നിങ്ങൾക്ക് സുപരിചിതമായി. കൊല്ലം പോലെ പേടിയുണ്ടാവൂല. എടോ, അത് തന്നെയാടോ ഈ ഇംഗ്ലീഷ്. നിങ്ങളിത് തുടങ്ങുമ്പോൾ ഒരുപാട് പേടിയുണ്ടാവും. കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഉള്ളതും കൂടി ഇല്ലാതെ ആവാണ്. നിങ്ങൾ നിങ്ങളുടെ മെമ്മറിയോ നിങ്ങളുടെ ഓർമ്മയോ ഒന്നും നോക്കണ്ട. ഇതറിയാതെ നിങ്ങളുടെ ബ്രെയിനിൽ കയറിക്കോളും. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയണേ. ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതുപോലെ. ധൈര്യം ഉണ്ടാ? ഒരു 10 ദിവസം വേണ്ട, 20 ദിവസം വിട്. നിങ്ങൾ 10 ദിവസം ചെയ്യ്. 10 days ട്രെമൻഡസ് ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഞാനുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, എൻ്റെ ഓഫീസുണ്ട്, നിങ്ങൾക്ക് വരാന്നേ. കുറക്കിന് പിടിച്ചോ, താൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് എനിക്കൊരു വ്യത്യാസം ഇല്ലാന്ന്. അല്ല പിന്നെ റിട്ടൻഷൻ ക്ലിയർ ആണോ? അപ്പൊ റിട്ടൻഷൻ ഓർമ്മശക്തിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഇത് സ്കൂളിൽ പഠിച്ച സമയമൊന്നും ഓർക്കാൻ പറഞ്ഞപ്പോൾ ഓർത്തില്ലേ? അപ്പൊ എന്ത് സംഭവിച്ച്? പെട്ടെന്ന് ഓർമ്മ വന്നു അല്ലേ? അതേപോലെ ഈ സംഭവങ്ങളെല്ലാം ബ്രെയിനിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എവിടെ സ്റ്റോർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ പ്രോസസ്സ് സയന്റിഫിക്കലി നടക്കുന്നതാ. ശരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ കല്യാണ ദിവസം ഒന്ന് ഓർക്കാൻ പറഞ്ഞ് ഓർക്കൂലേ? കല്യാണം കഴിക്കാത്തവർ ഓർക്കണ്ട കേട്ടോ. അത് ഭയങ്കര ഒരു എന്താ പറയാ,
ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകും ആ ദിവസം ഓർത്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചത്. നിങ്ങൾ കല്യാണ ദിവസം ഓർക്കണ്ട എന്തൊരു ദിവസമായിരുന്നു അല്ലേ, ഒരു 1.5 ദിവസമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ സന്തോഷം നിറഞ്ഞ ഒരു ദിവസങ്ങളാണ് അതൊക്കെ, റൈറ്റ്? ഇപ്പൊ നിങ്ങൾ ഓർമ്മ വന്നു, ആ പിക്ചർ ഉൾപ്പെടെ ഓർമ്മ വന്നു അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. ചിലർ കല്യാണം കൂടാൻ പോയേക്കായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയോ ആയിരുന്നു. അപ്പൊ ഇത് ബ്രെയിൻ ആണ്, ഇതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. യെസ് ഓർ നോ? ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എവിടെയൊക്കെയോ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ഫേസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ അങ്കിളിൻ്റെ ഫേസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആൻറ്റിയുടെ ഫേസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം പാലാരിയുടെ നടന്നു പോകുമ്പോൾ അപ്പം റിഫ്ലക്ഷൻ ഉണ്ടാവും, ശരിയല്ലേ? റൈറ്റ്? അപ്പം ബ്രെയിനിൽ നിങ്ങളറിയാതെ ഇത് സ്റ്റോർ ചെയ്തോളും. നിങ്ങളത് ബ്രെയിന് വിട്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ആക്ഷൻ നടക്കൂല. ഇത്രയും എളുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ചെയ്ത് ശീലിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്, അല്ലാതെ വേറെ ഇവിടെ ഒരു സൈക്കോളജിയും പറയുന്നില്ല. അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണേ? സോറി, മൈ ഗോഡ്, ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് റെസ്പോണ്ടിങ്. നാളെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് നിങ്ങൾ പോയി, ഓക്കെ? അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ തകർത്തിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വരികയാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ ഒളിച്ചോടോ അത് എന്നെ വന്ന് വർത്താനം പറയുമോ? രവീഷ് സാർ എന്തിവിടെ, അയ്യോ എങ്ങനെ റിലേഷൻ, ചോദിക്കൂലേ? അപ്പോ നിങ്ങളുടെ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുക. യെസ് ഓർ നോ? ഇനി പെട്ടെന്ന് മെമ്മറി ഉണ്ടാവാനൊരു സീക്രട്ടും ഉണ്ട് ഇതിൽ കേട്ടോ. നിങ്ങളിപ്പോൾ ഇന്ന് പോരുന്ന വഴി കുറേ ആളുകളെ കണ്ട് അല്ലേ? എല്ലാവരും ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങളൊരു റിലേറ്റീവിനെ കണ്ട്, ഓക്കെ? ട്രെയിനിലോ ബസ്സിലോ പോരുന്ന ഒരു റിലേറ്റീവിനെ കണ്ട്, അവനായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ അവളായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പോയി. ഒരു 3 മാസമോ 4 മാസമോ കഴിയുമ്പോൾ ആ മെമ്മറി ഡിലീറ്റ് ആയി പോകും, ശരിയല്ലേ? പിന്നെ വീണ്ടും അവർ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഇന്ന് പോരുന്ന വഴി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അടുത്ത് മോഹൻലാൽ കള്ളിമുണ്ട് കൊടുത്ത ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കും അത്. എന്താ മറക്കാതെ? പെട്ടെന്ന് മെമ്മറി വന്നു, ശരിയല്ലേ? ബിക്കോസ് ഇമ്പോർട്ടൻസ്, ഒരു കാര്യത്തോട് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് അതിന് ഒഴിവാക്കാൻ കഴിയൂല. ബ്രെയിനിന്റെ സെല്ലുകൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദാരിദ്ര്യം പറഞ്ഞത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ചിന്തകളിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്, ദൈവം തരുന്നതൊന്നുമല്ല. റിസർവ് ബാങ്ക് എല്ലാവർക്കും വേണ്ടിയാ നോട്ട് അടിക്കണേ, ശരിയല്ലേ? പക്ഷെ ആ നോട്ട് നമ്മുടെ ബാഗിലേക്ക് വരാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കണം. ആരും ഉണ്ടാക്കി തരൂല. റിസർവ് ബാങ്ക് പറയുന്നില്ല ഇത്രയും കോടി രൂപ അംബാനിക്കാണ്, ഇത്രയും കോടി രൂപ ടാറ്റയ്ക്കാണ്, ഇത്രയും കോടി രൂപ ബിർളയ്ക്കാണ്, ഇത്രയും കോടി രൂപ അദാനിക്കാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഓരോ പൗരനും വേണ്ടിയാണ് കമ്മട്ടം അടിക്കുന്നത്, ശരിയല്ലേ? നോട്ടടിക്കുന്നത്. പെർഫോമൻസ് മാറുമ്പോൾ അത് വരുന്ന ക്വാണ്ടിറ്റി കൂടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആക്ഷൻ ഹീറോ ബിജുവിൽ ആരാണ് ശരിക്കും നായകൻ? ആക്ഷൻ ഹീറോ ബിജുവിൽ സിനിമയില്ലേ, കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു 2-3 സെക്കൻഡ് ഒരു അഭിനയം കാഴ്ചവെക്കിയിട്ടുണ്ട്. ആ സെക്കൻഡുകളാണ് ശരിക്കും പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂട് ഇന്ന് 1 കോടി രൂപ 2 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്നതിൻ്റെ തുടക്കം. അതുവരെ സുരാജ് വെഞ്ഞാറമൂട് ഡബിൾ മീനിങ് ഉള്ള കോമഡിയൊക്കെ ആക്ട് ചെയ്ത് ഒരു ദിവസം 10,000 രൂപ 20,000 രൂപ മേടിച്ചുകൊണ്ടിരുന്ന ആളാ. യു അണ്ടർസ്റ്റാൻഡ്? ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അദ്ദേഹത്തിന്റെ അഭിനയം മാറി, അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ മാറി, ആളുകൾ കാണുന്ന കാഴ്ചപ്പാട് മാറി. എഴുത്തുകാര് അദ്ദേഹത്തെ വെച്ച് ആൻഡ്രോയിഡ് കുഞ്ഞാപ്പ അയാൾ ചെയ്തല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എപ്പോഴാണോ നമ്മുടെ പെർഫോമൻസ് മാറുന്നത് അവിടെ നമ്മുടെ ജീവിതം മാറും. ഈ പറയുന്ന സുരാജ് വെഞ്ഞാറമൂട് തന്നെ
രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീൻ കൊടുത്തിട്ട് 10-40 പ്രാവശ്യം എങ്ങാണ്ട് ഷോട്ട് എടുത്തിട്ടും റെഡി ആവാതെ മാറ്റി നിർത്തിയ സിനിമയിൽ നിന്ന് അത് കട്ട് ചെയ്ത ആളാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഫെയിൽ ആകുമെന്ന് വിചാരിച്ച് ഫെയിലായാൽ പോലും വീണ്ടും സക്സസ് ആവണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്കില്ല് വരും. യെസ് ഓർ നോ? ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷും. ഇപ്പൊ നിങ്ങളുടെ റെസ്പോണ്ടിങ് ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്തു അല്ലേ? വാട്ട്സ് ന്യൂസ്? Nothing special. And what about you? As usual, that's all. ഇത് ഒരു 10 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു മറുപടി പറയും. Am I right? ഈ ഒരു മറുപടി ആയിരിക്കില്ല, വേറെ പല മറുപടി ആയിരിക്കും പറയണേ. ബിക്കോസ് ആ സാഹചര്യമൊക്കെ അനുസരിച്ചുള്ള മറുപടി. അതാണ് റെസ്പോണ്ടിങ് ഹാബിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ഈ റെസ്പോണ്ടിങ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹാബിറ്റ് ഉണ്ടാവുള്ളൂ. അവർ ഈ ചാടുന്നതെല്ലാം ഈ ഹാബിറ്റ് ഉണ്ടാക്കിയിട്ടല്ലേ? Am I right? മാസങ്ങളോളമുള്ള കഠിനമായ പ്രയത്നത്തിലൂടെയാണ് they are creating habits. Am I right? ഹാബിറ്റ് ആണ്. സോറി, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ സംസാരിക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കണ്ട, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മതി. പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയാൽ സംസാരിക്കുന്ന ഹാബിറ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവൂലേ? യെസ്. ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കൂ, സംസാരിക്കുന്ന ഹാബിറ്റ് അറിയാതെ വന്നോളൂന്നേ. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നവരുടെ പ്രശ്നം എന്താ? വലിയ വലിയ സെന്റൻസുകൾ പറയണം, പക്ഷെ ചെറിയ സെന്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല. The people think like that. They want to practice they want to speak always English, but they are not ready to study. That's a big problem. What is input, that will be output, അല്ലേ? അപ്പൊ ഇൻപുട്ട് ഇല്ലാതെ ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നാണ് ഭൂരിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിന് അറിയാൻ പാടില്ല. ഇത് പ്രാക്ടീസ് ചെയ്താലേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. ഇതൊരു പ്രാക്ടീസിങ് ആർട്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ. ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. മൊബൈലിൽ ഇങ്ങനെ നമ്മൾ പെൻഡ്രൈവിൽ ഫീഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കണം. നിങ്ങൾ ഈ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മതി. അടുത്ത 20 ദിവസം നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഈ ഹാബിറ്റ് ഉണ്ടാവുമ്പോഴേ സ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്കില്ല് വരുന്നില്ലെങ്കിൽ ഇവിടെ എവിടെയോ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് സത്യം, അല്ലേ? നമ്മൾ വിചാരിക്കുന്ന സ്കില്ല് നമുക്ക് വന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട് നമുക്ക്. ആ ബ്ലോക്കാണ് നിങ്ങളെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിലേക്ക്. സ്കില്ല് വേണം നമുക്ക്. സ്കില്ലുള്ളവനെ വാല്യൂ ഉള്ളൂ, അല്ലേ? സ്കില്ലുള്ളവനെ പൊസിഷൻ ഉള്ളൂ, സ്കില്ലുള്ളവനെ സ്ഥാനമുള്ളൂ. അപ്പൊ സ്കില്ലുണ്ടാക്കിയെടുക്കണം. മൈക്കിൾ ജാക്സൺ സ്കില്ലുള്ളതുകൊണ്ട് നിങ്ങൾ മൈക്കിൾ ജാക്സൺ ചെറുപ്പത്തിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ തുടങ്ങിയതാണ്. അങ്ങേരെ വെല്ലാൻ ഈ ലോകത്തിൽ ഇനി ഒരാൾ ജനിക്കുകയില്ല. ചില ആളുകൾക്ക് പകരം വയ്ക്കാൻ വേറെ ആളുകളില്ലെന്ന് പറയുന്ന പോലെ മൈക്കിൾ ജാക്സന് പകരം വയ്ക്കാൻ വേറെ ഒരു മനുഷ്യനെ കിട്ടത്തില്ല. അബ്ദുൽ കലാമിനെ പകരം വയ്ക്കാൻ വേറൊരു മനുഷ്യനെ കിട്ടത്തില്ല. അംബേദ്കറിന് പകരം വയ്ക്കാൻ വേറൊരു മനുഷ്യനെ കിട്ടത്തില്ല. ചരിത്രം പഠിച്ചാൽ മതി. ചന്ദ്രശേഖർ ആസാദിനെ പകരം വയ്ക്കാൻ വേറൊരു മനുഷ്യനെ കിട്ടത്തില്ല. ഹിറ്റ്ലറിനെ പകരം വയ്ക്കാൻ വേറൊരു മനുഷ്യനെ കിട്ടത്തില്ല. കിട്ടുമോ? അപ്പോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? സോറി, ഒറ്റ കാര്യം ഞാൻ പറയാം. സ്കില്ലുള്ളപ്പോഴേ കോൺഫിഡൻസ് വരുള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ. റൈറ്റ്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലുലുലി പർച്ചേസ് ചെയ്യാൻ വല്ല പ്രോബ്ലം ഉണ്ടാവുമോ? നിങ്ങൾ എന്തെങ്കിലും ബാക്കിലേക്ക് വലിക്കുമോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ 50 രൂപയുള്ളൂവെങ്കിൽ പോകാൻ കോൺഫിഡൻസ് ഉണ്ടാവുമോ? ഇല്ല. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ സ്കിൽ ഉണ്ടാവണം. സ്കിൽ ഉണ്ടാവണമെങ്കിൽ ഹാബിറ്റ് ഉണ്ടാവണം. ഹാബിറ്റ് ഉണ്ടാവണമെങ്കിൽ റെസ്പോണ്ടിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ പോവും കാര്യങ്ങൾ. കോൺഫിഡൻസ് വരുമ്പോഴാണ് പെർഫോമൻസ് ഉണ്ടാവത്തുള്ളൂ. ശരിയല്ലേ?
ഇത് കോൺഫിഡൻസിന്റെ ഭാഗത്തിലേക്ക് ചാടുന്നത്. റൈറ്റ്? നിരന്തരം ചെയ്ത് 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 അവർക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും ഉള്ളിൽ. പെർഫോമൻസ് ഉണ്ടാവും. ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന ആളായിരിക്കണം നമ്മളെന്ന് തീരുമാനിക്കണം. 10 ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വന്നു കഴിയുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് നമ്മളെന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലേ? അത് ഫീഡ്ബാക്കിലൂടെയാണ് കിട്ടത്തുള്ളൂ. സാറിൻ്റെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണെന്ന് പറയിപ്പിക്കണം, ശരിയല്ലേ? അതിനിരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം, മറ്റുള്ളവരുടെ ക്ലാസ്സുകൾ കാണണം. നമ്മളൊക്കെ നന്നായിട്ട് ആരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ആ ഐഡിയാസ് എല്ലാം ഇത് ഫോളോ ചെയ്താൽ മതി. ശരിക്കും നമ്മൾ ചെയ്യൂല. ദ നെക്സ്റ്റ് വൺ, റിസൾട്ട്. അപ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റിസൾട്ട് ഉണ്ടാവും. റൈറ്റ്? റിസൾട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, പല വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എനിക്ക് ആങ്കർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു ഏറ്റവും പോലെ ഒരു മാസത്തിൽ 2 എണ്ണമെങ്കിലും വരും ആങ്കറിങ് ചെയ്യാനായിട്ട്. ഞാൻ ക്ലബ് FM-ൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തതാ, അവരുടെ കോളേജ് പ്രോഗ്രാമിൻ്റെ കോളേജുകളിൽ ആങ്കർ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു 5-6 മാസം ആഗ്രഹിച്ച് ക്ലബ് FM-ൽ കിട്ടി. കുക്കു പരമേശ്വരനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. 2 വർഷം കേരളത്തിലെ എറണാകുളത്തെയും തൃശ്ശൂരെയും കോളേജുകൾ ഏകദേശം എല്ലാം ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. TV-ൽ ഏഷ്യാനെറ്റ് പ്ലസിൽ കിട്ടിയതാ. ഒരു സെക്കൻഡ്. ഓപ്പർച്യൂണിറ്റി. നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഞാൻ ആങ്കറിങ് TV-ൽ എനിക്ക് വേണ്ട, എനിക്കത് താല്പര്യമില്ല. ഞാൻ 2 എപ്പിസോഡ് ചെയ്ത് തിരിച്ചു പോന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ്. മറ്റൊന്നും എനിക്ക് എൻജോയ്മെൻ്റ് ഇല്ല, ടെൻഷനാണ്. ഏറ്റവും സന്തോഷം മദ്യപിക്കുന്നതിനും കൂടുതലും കഞ്ചാവ് വലിക്കുന്നതിലും കൂടുതലും ഒക്കെ സന്തോഷം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു സിനിമ നടൻ പറഞ്ഞു, മക്കളെ ഡ്രഗ് അടിക്കുന്നതിലും ഇത് വലിക്കുന്നതിലും ഒന്നുമല്ല സന്തോഷം, ജീവിതത്തിനൊരു ലഹരിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിന് ഇൻഡിവിജ്വലായിരിക്കണം. ജീവിതത്തിന് ഇത് ചെയ്യാൻ പറ്റാത്ത ഉറക്കാത്തൊരു ലഹരിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നമ്മൾ ടൂറ് പോണ സമയത്ത് ഇപ്പം നാളെ വെളുപ്പിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമ്മൾ മൗറീഷ്യസിലൊക്കെ ട്രിപ്പ് പോവാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്താ ഉറക്കാത്ത? അങ്ങനെ ഉറക്കാത്തൊരു ഹോർമോൺ നിങ്ങളുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യും. റൈറ്റ്? അതിന് 4 തരത്തിലുള്ള പേരുകളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പറയുമ്പോൾ സമയം പോകും. അപ്പം ഈ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഉറക്കത്തില്ല. റൈറ്റ്? ഇത് ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകാൻ പാടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അതാ. എനിക്ക് സങ്കടങ്ങളില്ല. എനിക്ക് ഏക സങ്കടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ എൻ്റെ 2 സങ്കടങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഉറ്റവരാരെങ്കിലും മരിച്ചു പോകുമ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാ. ഉറ്റവരാരെങ്കിലും മരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ 2 വിഷമം അല്ലാതെ വേറെ ജീവിതത്തിൽ ഒരു വിഷമമില്ല. മറ്റുള്ളവൻ്റെ തീരുമാനങ്ങൾക്കും മറ്റുള്ളവൻ്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ജന്മമല്ല നമ്മുടെ, ആണായാലും പെണ്ണായാലും. റൈറ്റ്? ഒരുത്തൻ്റെയും പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണേ, അല്ലേ? ഒരുത്തൻ്റെയും പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവും. ജീവിക്കുന്ന കാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം. പറ്റിക്കുന്നവർ പറ്റിക്കും, അത് അവരുടെ സ്വഭാവം. അതൊരു പ്രാവശ്യം പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് മാറി കിടക്കാം. വീണ്ടും പറ്റിക്കാൻ ചെന്ന് നിന്ന് കൊടുക്കരുത്. പക്ഷെ നമ്മളൊക്കെ വീണ്ടും നിന്ന് കൊടുക്കും. എന്നെ പറ്റിക്ക് എന്നിട്ട് അവൻ പറ്റിച്ച് ഇവള് പറ്റിച്ച് മറ്റവൻ പറ്റിച്ചു എന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഒരാൾ നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ പറ്റിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കണം. യു അണ്ടർസ്റ്റാൻഡ്? ഈ 2 കാര്യങ്ങൾ മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാ വെക്കേഷനും, അല്ലേ, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എല്ലാ വെക്കേഷനും അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ 2 മാസം പോയി നിൽക്കും, ശരിയല്ലേ? എത്രയൊക്കെ പോയി നിന്നാലും ജൂൺ 2-ാം തീയതി വീട്ടിലേക്ക് തിരിച്ചു വരണം. റൈറ്റ്? നമ്മൾ സ്കൂളിൽ പോകണം.
അതേപോലെ തന്നെ ദൈവം പറഞ്ഞേക്കാടെ ഭൂമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നീ ഒന്ന് പോയി അവിടെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വാ, ഞാൻ വിളിച്ചോളാം, സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം, നീ അവിടെ പോയി അടിച്ചു പൊളിക്ക്, ഭൂമി നിനക്കൊരു പാരഡൈസ് ആണ് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരണം എനിക്ക്, റൈറ്റ്? അതൊന്നുമല്ല, ഇങ്ങനെയാണ്. The world is, the earth is a paradise. You came here to enjoy your life. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഭാരമൊക്കെ തലയിലേറ്റ് വെച്ചിട്ട് ആത്മഹത്യം ചെയ്യും. ചിലവർ ആത്മഹത്യ ചെയ്യാതെ തന്നെ ചത്ത് ജീവിക്കുന്നുണ്ട്. യെസ് ഓർ നോ? നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വേണ്ടി വന്നേക്കണതാ. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ 80% കാരണം നമ്മൾ തന്നെയാണ്. യെസ് ഓർ നോ? ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും ഒക്കെ പോയി ചാടിയിട്ട് തല കയറ്റി നൊല്ലുവിളിക്കും. അത് ചെയ്യാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്യുക. അപ്പോഴാണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി, സ്കില്ലും ഇതൊക്കെ വരുള്ളൂ. നിങ്ങൾ എന്ന് മോഹൻലാലിൻ്റെ വീട്ടിൽ ചെന്നാൽ ലാലേട്ടൻ ഒന്ന് കാണാന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം വി ആർ യൂസ്ലെസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ആം ഐ റൈറ്റ്? യെസ് ഓർ നോ? ഇതിന് പകരം രഞ്ജി പണിക്കർ വിളിച്ചു പറയാണ്, അല്ലാതെ നമ്മുടെ ഒരു പയ്യൻ വരും, നല്ലൊരു സ്റ്റോറി അവൻ്റെ അടുത്തുണ്ട്, അത് ചിലപ്പോൾ അവൻ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, നല്ല രീതിയിലുള്ള സിനിമയാണ്, എന്തായാലും ലാലൊന്ന് കഥ കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ശരിയാണ്? അപ്പോൾ വെൻ യു ആർ ബിക്കം എ വാല്യുബിൾ പേഴ്സൺ, ദ പീപ്പിൾ വിൽ വെയിറ്റ് ഫോർ യു, അതർവൈസ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ പീപ്പിൾ. യെസ് ഓർ നോ? നിങ്ങൾ ചെന്ന് കഥ പറയുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു, പിന്നെ ഒരു കാര്യം പറഞ്ഞു, മോനെ ഇത് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. യെസ് ഓർ നോ? സ്ട്രോങ് സാധനമാണെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇപ്പം യു മസ്റ്റ് ബി വെരി വാല്യുബിൾ, എന്നാലും ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ലെന്നേ. മക്കൾ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മക്കളെ വളർത്തിക്കും, മക്കളെ ചോദിക്കുക അമ്മ എന്തിനാ അല്ലെങ്കിൽ അച്ഛൻ എന്തിനു സമയത്ത് കഷ്ടപ്പെട്ടേ ഞങ്ങൾക്ക് വേണ്ടി. ഇനി പിള്ളേരായി ചോദിക്കും. കഴിഞ്ഞ ദിവസം ഒരുത്തൻ അമ്മയുടെ അയലക്കത്ത് പോയി വാക്കത്തി മേടിച്ചുകൊണ്ടെന്ന് അമ്മേനെ വെട്ടിന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവൻ എന്തൊക്കെ ചെയ്യണം? ഇക്കണക്കിനുള്ള പിള്ളേരാണ് നമുക്ക് ഉണ്ടാവുന്നത്. ശരിയല്ലേ? അപ്പൊ സ്വന്തം കാര്യം ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ, ഇത്തിരി കരാട്ടയൊക്കെ പഠിച്ചോ? ഞാൻ കരാട്ടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നുണ്ട്, ഓൺലൈനായിട്ട് പഠിപ്പിച്ചു തന്നേക്കാം. ബ്ലോക്ക് പഞ്ച്, ജയ ജയ ഹേ. ഓക്കെ, ഞാൻ എല്ലാ പിള്ളേരോടും പറയും, നിങ്ങൾ കരാട്ടെ പഠിക്കണം. കരാട്ടെ പഠിക്കുമ്പോൾ സെൽഫ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആരൊക്കെ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ്? ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമ്പോൾ റെമ്യൂണറേഷൻ കിട്ടുള്ളൂ കേട്ടോ. മോർ ഓപ്പർച്യൂണിറ്റി മോർ റെമ്യൂണറേഷൻ. യെസ് ഓർ നോ? ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുൻപിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം, ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടെന്നുള്ള തോന്നലുണ്ടാവണം, റൈറ്റ്? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന റെമ്യൂണറേഷൻ വരും. ഒരാളും പാടില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ റെമ്യൂണറേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, റെമ്യൂണറേഷനിൽ ഞങ്ങൾ കൂടുതൽ പോകണില്ല. അപ്പോഴാണ് ലൈഫ് സ്റ്റൈല്. സാർ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ മറ്റൊന്നും എനിക്ക് പറ്റൂല, എനിക്ക് 2 കാര്യങ്ങൾ മതി, ഒന്ന് റെമ്യൂണറേഷനും 2 ലൈഫ് സ്റ്റൈലും, അല്ലേ? വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സാർ. ലൈഫ് സ്റ്റൈൽ എൻ്റെയൊക്കെ സ്വപ്നം ഇതാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. ഇതാണ് മനസ്സിലുള്ളൂ. നേടുകയോ നേടാതിരിക്കുകയോ അത് സെക്കൻഡറി. യെസ് ഓർ നോ? നമുക്ക് തന്ന ബ്രെയിനിൽ എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാൻ പാടില്ലേ? പാടില്ലേ? ഫുൾ അമേരിക്കയിലേക്ക് പറക്കുന്നത്, യൂറോപ്പിലേക്ക് പറക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത്, സ്വപ്നം കാണാൻ വല്ല കുഴപ്പമുണ്ടോ? കാണുന്ന സ്വപ്നമേ നടക്കുള്ളൂ ട്ടാ. കാണുന്ന ഈ ക്ലാസ്സൊക്കെ എപ്പോഴേ മനസ്സിൽ നടന്നു കഴിഞ്ഞ്, അതുകൊണ്ടാണ് ഇപ്പൊ സംഭവിക്കണേ. ശരിയാവോ? 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 നോ, ശരിയാകും. ശരിയാകും. ശരിയാകാതെ എവിടെ പോവാൻ? ശരിയാവാതെ എവിടെ പോവാനാണ്? ലൈഫ് സ്റ്റൈൽ. ദെൻ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാവും.